ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. അപ്പം ഇന്നൊരു വെറൈറ്റി കറിയായിട്ട് ഞാൻ വെക്കുന്നത്. അപ്പം ചുരക്കായ ഉരുളക്കിഴങ്ങും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ വെച്ചിട്ട് ഒരു ഇറാനി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം ഇറാനി ചായ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇറാനി ചിക്കൻ കറി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പം അതിനായിട്ട് അതേ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ വെള്ളം വറ്റിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്തതുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ലൈറ്റ് ആദ്യം മൊരിഞ്ഞു വരണ്ട, ഒരു ലൈറ്റ് ഫ്രൈ. അപ്പൊ നമുക്കതൊന്ന് ചെയ്യാം. അപ്പൊ ഇതിനായിട്ട് രണ്ട് ചെറിയ സവാളയും പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കറിൽ ഇഞ്ചി ഇടൂല, അപ്പൊ എന്നാലും ചിക്കൻ അല്ലേ ഓർത്തിട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടാ. പിന്നെ ക്യാപ്സിക്കം നമ്മ ചുരക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഉരുളക്കിഴങ്ങ് അവിടെ നിന്ന് ഫ്രൈ ആകട്ടെ. ഞാൻ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പൊ പുറത്തൊക്കെ അയച്ചാണ് ചില ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടാ. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അലക്കിയൊന്നുമില്ല, ഉണങ്ങി കിട്ടൂലല്ലോ എന്ന് ഓർത്തിട്ട്. മെഷീനിലിട്ട് ഉണക്കിയാലും ഒരു നനവ് ഉണ്ടാവുമല്ലോ, അപ്പൊ വെയിലുള്ളപ്പോൾ അലക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അലക്കിയതാണ്. അപ്പോഴേക്കും നമ്മളുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചൊരക്കയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ ചൊരക്കയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത് മാറ്റിയിട്ട് നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ്, ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റിയെടുക്കണത്. അപ്പൊ നമുക്ക് ആദ്യം സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സവാള വാടിക്കഴിയുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാലാണ് ഇത് മുഴുവനും മനസ്സിലാകുള്ളൂ. അപ്പൊ ഒരു വെറൈറ്റി കറിയാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. കുക്കിംഗ് വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറേ ആയിട്ട്. അപ്പൊ ഞാൻ ഈ അടുത്ത് നമ്മൾ ടൂർ പോയതും പിന്നെ ബർത്ത്ഡേ വ്ളോഗ് അങ്ങനത്തെ ഒക്കെ ഞാൻ ഇപ്പം ഇടാറ്. കുക്കിംഗ് വ്ളോഗ് കുറവാണ് ഇപ്പം ഇടണത്. എന്തെങ്കിലും നല്ലൊരു റെസിപ്പി കിട്ടിയെങ്കിൽ ഇടാലോ എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കും. വേണ്ട, ഈ ഇറാനി ചിക്കൻ കറിന്റെ റെസിപ്പി എനിക്ക് കിട്ടിയത്. അപ്പൊ ഏതായാലും കൂട്ടുകാർക്കും കൂടി കാണിച്ചു തരാലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കണത്. അപ്പൊ പുതിയതായിട്ട് എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. വീഡിയോ കണ്ടൊരു പകുതി ആകുമ്പോഴത്തേക്ക് ഒന്ന് ലൈക്ക് അടിക്കണേ. നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പി ആയിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ ദിവസവും വ്ളോഗ് ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, പക്ഷെ കണ്ടന്റ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇനി എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഷോർട്ട് വീഡിയോ ഞാൻ എല്ലാ ദിവസവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാത്തവരൊന്ന് പോയി കണ്ട് ലൈക്ക് അടിക്കണം കേട്ടോ. എന്റെ ഷോർട്ട് വീഡിയോ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് കമന്റിലൂടെ അറിയിക്കണേ. അപ്പൊ അതേ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം കേട്ടാ. ക്യാപ്സിക്കം കൂടി ചെറുതായിട്ട് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എരിവിനനുസരിച്ചിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ. കാശ്മീരി ആണെങ്കിൽ കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ എൻ്റെ ഒരു കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടുന്നുള്ളൂ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് അതെല്ലാം ഒന്ന് പിടിക്കണം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പൊ അതിനായിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഇത് വേവിക്കാം. ഇപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പൊ വെള്ളം ഒഴിച്ച ശേഷം ഉപ്പിടാലോ എന്ന് ഓർത്ത. അപ്പൊ ചിക്കനിലും എല്ലാത്തിലും കൂടി ഉപ്പ് പിടിച്ചോളൂല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ മാത്രം പിന്നെ ഇട്ടാൽ മതിയല്ലോ. അധികം ഇങ്ങനെ ചാറൊന്നും ഇല്ലാണ്ടല്ല വെക്കുന്നത്. അപ്പൊ അധികം ഉപ്പ് വേണ്ട. അപ്പൊ നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് കുറച്ച് നേരം കൂടി മൂടി വെച്ചിട്ട് വേവിക്കാലോ എന്ന് ഓർത്ത്. 10-20 മിനിറ്റും കൂടി വെന്താൽ മതി. കുക്കറിലാണെങ്കിൽ ഒരു വിസലിന് വേവും. കുക്കറിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെക്കണത് കേട്ടാ.
അപ്പോൾ നമ്മളുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ചുരക്കയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ അതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എല്ലാ അരപ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്കി കണ്ട അധികം ചാറൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഇറാനി ചിക്കൻ കറി എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കുറച്ച് പുതിനയിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് ഒഴിക്കണം കേട്ടോ. കാരണം എന്ത് കറിയിലും ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇറാനി ചിക്കൻ കറി ഇഷ്ടമായി കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.